ഗണേശന് ഒരു കാലത്തിലും അത് ഗണേഷ് കുമാർ മന്ത്രിയായി. ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കരുത് എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ സ്വയം പ്രഖ്യാപിത രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ വളരെ ഘോരം പ്രസംഗിക്കുക നമുക്ക് കേട്ടതാണ്. നമുക്ക് ആ വീഡിയോ ദൃശ്യം ഒന്നുകൂടെ കണ്ടിട്ട് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഗണേശന് ഒരു കാലത്തിലും രാഷ്ട്രീയത്തിലുള്ള ഇത് വഴിയെ കൊണ്ടുപോകാൻ കൊള്ളാവുന്ന ഒരാളല്ല. ശുദ്ധി എന്ന് പറയുന്നത് സ്വഭാവ ശുദ്ധി അശേഷമില്ല. സാമ്പത്തികമായ ഒരു എന്താണ് സാമ്പത്തിക ആസക്തി വളരെ കൂടിയാണ്. ഈ സാമ്പത്തിക ആസക്തി കൂടിയ ഒരാളും പിന്നെ പെണ്ണിനോട് ആസക്തി കൂടിയ രണ്ടാസക്തി വളരെ കൂടുതൽ വെച്ചു പുലർത്തുന്നത് ഈ ഒരു പകൽമാന്യനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് ഈ രാജ്യത്ത് വന്ന ജനാധിപത്യത്തിന്റെ വലിയൊരു അപജയമായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അന്ന് ഗണേഷ് കുമാറിനെ കുറിച്ച് ഇദ്ദേഹം ഇത്രയുമൊക്കെ പറഞ്ഞു. രാഷ്ട്രീയകരണം വളരെയേറെ പ്രതീക്ഷിച്ചു. വെള്ളാപ്പള്ളിയെ പോലുള്ളൊരു വ്യക്തിത്വം ഇത്തരം ശക്തമായിട്ട് വന്ന് പബ്ലിക്കലി വന്ന് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ അത് പിണറായി ചെവിക്കൊള്ളുകയും ഗണേഷിനെ യാതൊരു കാരണവശാലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തില്ല എന്ന് കരുതിയെങ്കിലും ഗണേഷ് കുമാർ എന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. എന്ത് തോന്നുന്നു? പേവാക്കിന് പൊട്ടുചെവി എന്നൊരിതുണ്ട്. ഒരാൾ പേ വിളിച്ച് പറയുകയാണ്. അപ്പം ബുദ്ധിയുള്ളവരെന്ത് ചെയ്യണം? മിണ്ടാതിരിക്കുക. മിസ്റ്റർ പിണറായി വിജയൻ ചെയ്തതാണ് ശരി. കാരണം ഞാൻ അന്നും പറഞ്ഞല്ലോ, മറ്റുള്ളവരെക്കുറിച്ച് പറയുക, മറ്റുള്ളവരെ ഇകഴ്ത്തി പറയുക. അന്ന് ഗണേഷ് കുമാറിനെ കുറിച്ച് മാത്രമല്ലല്ലോ, അന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെക്കുറിച്ചും വളരെ മോശമായ അദ്ദേഹത്തിൻ്റെ ബോഡിയെക്കുറിച്ച് വരെ ബോഡി ഷേമിങ് വരെ നടത്തിക്കളഞ്ഞു. അദ്ദേഹം കറുത്തയാളാണ്, കറുത്തയാളുടെ ഉള്ളും കറുത്തതാണ്, അവസരവാദിയാണ്. അതുപോലെ മിസ്റ്റർ ഗണേഷ് കുമാറിന് കാമാസക്തിയും പണാസക്തിയുമാണെന്നൊക്കെയാണ് അദ്ദേഹം പ്രസ്തുതം. ഒരു കാരണവശാലും ഇയാളെക്കാരിൽ മന്ത്രിയാക്കാൻ പറ്റത്തില്ല, മന്ത്രിയാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇത് പറഞ്ഞത് കണിച്ചുകുളങ്ങരയിലുള്ള വെള്ളാപ്പള്ളി വീട്ടിലെ നടേശനല്ല, പറഞ്ഞത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. SNDP എന്ന് പറഞ്ഞാൽ ലക്ഷോപലക്ഷം വരുന്ന അംഗങ്ങളുള്ള ഒരു നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. ആ കമ്പനിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞൊരു വലിയ പോസ്റ്റാണ്. അപ്പം അങ്ങനെ ആ പോസ്റ്റിലിരിക്കുന്ന ഒരാൾ മറ്റൊരാളെ ഇകഴ്ത്തി പറയുക, മറ്റൊരാളെ മോശക്കാരനാക്കാൻ ശ്രമിക്കുക, അല്ലെ മറ്റൊരാളെ കുറിച്ച് എന്താണ് ശുഭകരമല്ലാത്തൊരു കാര്യം വിളിച്ചു പറയാന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഷെയിം ടു ദ സൊസൈറ്റി. സമൂഹത്തിന് മാത്രമല്ല, ആ കമ്പനിക്ക് അല്ലെങ്കിൽ ഈ SNDP യോഗം എന്ന മഹത്തായ പ്രസ്ഥാനം തന്നെ അധപതിച്ചു പോയിരിക്കുകയാണ് ശരിക്കും. അപ്പോൾ അതാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കിന് യാതൊരു വിലയുമില്ലെന്ന തെളിവാണ്. ഏത് ഇലക്ഷൻ വരുമ്പോഴും താങ്കളൊരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിലെ ഈഴവ സമുദായത്തിന് മാത്രമല്ല ഇദ്ദേഹം സൊസൈറ്റിക്കൂട്ടൊരു ശാപമാണെന്ന് വന്നിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം 95 അവസാനമാണ് ഇദ്ദേഹം SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത്. ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിറ്റിയെ പർച്ചേസ് ചെയ്യായിരുന്നു. പണത്തിൻ്റെ വെടുക്കൊണ്ടും ഗുണ്ടായുസം കൊണ്ടും ഇത് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. മുൻ ഭാരവാഹികളെ ചീമുട്ടയെറിഞ്ഞും വളരെ തന്ത്രപരമായി ശാശ്വതികാനന്ദ സ്വാമിയെ മുൻനിർത്തി ഇത് പിടിച്ചെടുക്കുകയാണ്. കാരണം ഈസ് എ ബിസിനസ് മാൻ, ഈസ് എ വെരി ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ. നിസ്സാരക്കാരനല്ല അദ്ദേഹം ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആണെന്നുള്ള, അല്ലെ വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇത്രയേറെ പ്രതിബന്ധങ്ങൾ വന്നിട്ടും അദ്ദേഹത്തിന് പലതരത്തിൽ ആക്രമണങ്ങൾ വന്നിട്ടും അദ്ദേഹം അതിനെ പിടിച്ചു നിൽക്കുകയും അതിജീവിക്കുക മാത്രമല്ല ഇപ്പോഴും അതിൻ്റെ അമരത്ത് തുടരുക എന്ന് പറയുന്നത് ഒരു നിസ്സാരക്കാരനാണല്ലോ അയാൾക്ക് സാധിക്കുമോ? അദ്ദേഹം നിസ്സാരക്കാരനല്ലല്ലോ, അദ്ദേഹം വലിയ മിടുക്കനാണ്. അദ്ദേഹത്തിൻ്റെ കാലം മുതൽ 1996 മുതൽ 2023 ഇപ്പോൾ 23 അവസാനിക്കുകയാണ്. ഈ കാലം വരെ അദ്ദേഹം SNDP യോഗത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ SNDP യോഗത്തിൽ പ്രവർത്തിച്ചിരുന്ന എത്രയോ ആളുകളെ യൂസ് ചെയ്തതിന് ശേഷം വളരെ തന്ത്രപൂർവ്വം യൂസ് ആൻഡ് ത്രോയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ബലിയാടല്ലേ സുനിലേ. ഞാൻ SNDP യോഗത്തിൻ്റെ വക്താവായി കേരളത്തിലെ ചാനലുകളിൽ അന്തിച്ചർച്ചകളിൽ ഒരു ദിവസം 6 ചാനലിൽ പോയി ചർച്ച ചെയ്തിട്ടുണ്ട് വെള്ളാപ്പള്ളിയുടെ SNDP-നാണെന്ന്. ഞാനൊരു ശ്രീനാരായണീനല്ലായിരുന്നു, ഞാനൊരു വെള്ളാപ്പള്ളിയനായിരുന്നു ശരിക്കും. ഇന്ത്യ രാജ്യം മുഴുവൻ, ഇന്ത്യ രാജ്യത്തിന് വെളിയിൽ പോയി SNDP യോഗത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള റിട്ടേണിംഗ് ഓഫീസറാണ് ഞാൻ. എന്നെ എന്തുമാത്രം ഉപയോഗിക്കാമെന്ന് അദ്ദേഹത്തിന് അറിയാം. അത് കഴിയുമ്പോൾ യൂസ് ആൻഡ് ത്രൂ. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് ഇനി രാഷ്ട്രീയ കേരളത്തിൽ കാര്യമായ പ്രസക്തിയില്ല എന്ന് നമ്മൾക്ക് ഇപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് മനസ്സിലായി. ഇനിയും തുടർന്നുള്ള നാളുകളിൽ ഈ വെള്ളാപ്പള്ളി ഈ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ഈ വെള്ളാപ്പള്ളിക്കോ വെള്ളാപ്പള്ളിയുടെ പ്രസ്ഥാനത്തിനോ ഇനി രാഷ്ട്രീയ കേരളത്തിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും? ഒന്നും സാധിക്കത്തില്ല. വെള്ളാപ്പള്ളി പറഞ്ഞ ഒരു കൊച്ചു കുട്ടി പോലും കേൾക്കത്തില്ല. കാരണം ആ തരത്തിലേക്ക് ഇത് പോയി. ഒരു കാലത്ത് ഞാൻ പറഞ്ഞു വന്ന് പോയിന്റ് വിട്ടുപോയി. 96 ഇദ്ദേഹം വരുമ്പോൾ ഈഴവ സമുദായത്തിൽ നിന്ന് നിരവധി അനവധി MLA-മാരുണ്ടായിരുന്നു, പ്രത്യേകിച്ച് UDF-നകത്ത്.
ഞാൻ MLA ഹൗസിൽ താമസിച്ചാണ് ലോയ്ക്ക് പഠിക്കുന്നത്. ട്രിവാൻഡ്രം ലോ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ നാട്ടിലെ MLA ശ്രീ ജോർജ് ജോസഫ് പൊടിവാരുടെ റൂമിൽ താമസിച്ചാണ് ഞാൻ LLBക്ക് പഠിക്കുന്നത്. ഞങ്ങളുടെ തൊട്ടടുത്ത റൂമിൽ താമസിച്ചിരുന്നത് ഹരിപ്പാട് MLA എന്ന് KK ശ്രീനിവാസൻ ഈയിടെ MLA ആയിരുന്നു. തൊട്ട് പുറകിലത്തെ റൂമിൽ താമസിച്ചിരുന്നത് KP വിശ്വനാഥൻ, ഈയിടെ മരണപ്പെട്ടു പോയ മന്ത്രി, ഇവിടെ നാട്ടിക MLA. അങ്ങനെ എനിക്ക് നിരവധി പേർ പരിചയമുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൽ UDFനകത്തുള്ള ഒരേ ഒരു MLA ആണ് ശ്രീ K ബാബു തൃപ്പൂണിത്തുറ. എന്താ കാരണം? അവരുടെ ഈ സമുദായത്തിൻ്റെ അന്തകൻ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനാണെന്ന് സമുദായം തിരിച്ചറിയണം. കാരണം അതുപോലെ തന്നെ SNDP യോഗ തലത്തിലും ഓരോ യൂണിയൻ തലത്തിൽ നിന്ന ആളുകളെ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കും. അത് കഴിഞ്ഞ് ഇതിനകത്ത് തന്നെ തമ്മിലടി ഉണ്ടാക്കി അവനെ തീർത്ത് കളയുക എന്നുള്ളതാണ്. അത് അത്ര തന്ത്രപരമായിട്ട് പുള്ളിക്കറിയാം. പക്ഷേ ഇദ്ദേഹത്തിന് ഈ പണം കട്ടെടുക്കുക എന്നുള്ളതും ഈ മോശമില്ലാരും ഒരുപക്ഷെ ഇദ്ദേഹം ഗുരുദേവനേക്കാൾ വലിയ പദവിയിലെത്തിപ്പോയത്. അതായത് ജാതി ചോദിക്കരുത്, ജാതി പറയരുത് എന്ന് പറഞ്ഞ ഗുരുദേവനെ മുൻനിർത്തി ഇദ്ദേഹം SNDP പ്രസ്ഥാനത്തെ നയിച്ചപ്പോൾ ഇദ്ദേഹം ഈ ജാതി പച്ചയ്ക്ക് പറഞ്ഞ് ഇദ്ദേഹം വളരെ വർഗീയ കലാപം തന്നെ പൊട്ടിപ്പറയാൻ പറ്റാവുന്ന രീതിയിൽ പല പ്രസ്താവനകൾ നടത്തി എങ്കിൽ പോലും ഇദ്ദേഹം എന്ത് നേടി? ജാതി പറഞ്ഞ് ഇദ്ദേഹം എന്ത് നേടി? ഒന്നും നേടിയിട്ടില്ല, ഒരു സംഗതി നേടിയിട്ടില്ല. ഇദ്ദേഹത്തിന് ഇപ്പോൾ 26 വർഷത്തോളമായി SNDP യോഗത്തിൻ്റെ ജനസംഖ്യ ട്രസ്റ്റിന് അതിനേക്കാൾ കൂടുതലായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു എയ്ഡഡ് കോളേജോ ഒരു എയ്ഡഡ് സ്കൂളോ ഈ കാലം അത്രയും കൊണ്ട് വാങ്ങാൻ ഇദ്ദേഹത്തിന് സാധിച്ചെന്ന് ഇദ്ദേഹം തെളിയിച്ചാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കും. ഇദ്ദേഹത്തിന് തൊട്ടു മുമ്പിരുന്ന അഡ്വക്കേറ്റ് K ഗോപിനാഥൻ സാറിൻ്റെ കാലത്ത് 5 എയ്ഡഡ് കോളേജുകൾ അദ്ദേഹം സ്ഥാപിച്ചെടുത്തു. ഇദ്ദേഹത്തിന് ഒരു എയ്ഡഡ് കോളേജ് സ്ഥാപിക്കുക. പിന്നെ അദ്ദേഹം കണക്ക് പറഞ്ഞില്ലെന്നറിയോ, ഈ PJ ജോസഫിൻ്റെ കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്തു. പ്രീ ഡിഗ്രി എല്ലാം ഡീലിംഗ് ചെയ്തപ്പോൾ ഹൈസ്കൂളുള്ളവർക്കെല്ലാം ഓരോ ഹയർ സെക്കൻഡറിയും കൂടെ കൊടുത്തു. അത് കേരളത്തിലെല്ലാ കമ്മ്യൂണിറ്റിക്കും എല്ലാ എയ്ഡഡ് സ്കൂളുകളും കിട്ടിയതാണ്. ആ സ്കൂളിൻ്റെ കണക്കായി അദ്ദേഹം പറഞ്ഞു തുടങ്ങി. പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഹൈസ്കൂളുകൾ കൊടുത്തല്ലേ പറ്റുള്ളൂ. ഇതല്ലാതെ ഇദ്ദേഹം എന്ത് നേടി? ഒരു 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ സാധിച്ചിട്ടുണ്ടോ സമുദായത്തിന് വേണ്ടി? K ഗോപിനാഥൻ സാറിൻ്റെ കാലത്ത് കൊല്ലത്ത് K കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 50 സെൻറ്റ് ഭൂമി സൗജന്യമായിട്ട് SNDP യോഗത്തിന് ആസ്ഥാനമന്ദിരം പണിയാൻ വേണ്ടി പതിച്ചു കൊടുത്തു. ആ ഭൂമി ഇന്ന് കൊല്ലത്ത് പോയി സുനിലും നോക്കും. സുനിൽ പത്രപ്രവർത്തനമല്ലേ? ആ ഹൈവേയുടെ സൈഡിൽ അവിടുത്തെ കൊല്ലത്തുള്ള മുഴുവൻ വേസ്റ്റും കൊണ്ടിടുന്ന സ്ഥലമായിട്ട് കിടക്കുക. അദ്ദേഹത്തിന് 10 തെങ്ങ് കുഴിച്ചു വെക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും SNDP യോഗത്തിൻ്റെ ആഫീസ് പ്രവർത്തിക്കുന്നത് എവിടെയാണെന്നറിയോ? SN ട്രസ്റ്റിൻ്റെ സ്ഥലത്താണ്. ആ ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയില്ല. ട്രസ്റ്റ് വേറെ, യോഗം വേറെ. ട്രസ്റ്റ് വേറെ, യോഗം വേറെ. ട്രസ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരും ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും പണിക്കാർക്കും ജാതിമത ഭേദമന്യേ അവിടെ കൊടുക്കും. കാരണം ഹോട്ടലിലെ ജീവനക്കാരൻ മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനാണെങ്കിലും കൊടുക്കും. കാരണം പുള്ളിയുടെ ദാസന്മാരാണല്ലോ പലരും. ആ ട്രസ്റ്റിൻ്റെ സ്ഥലത്താണ് ഇന്ന് അവിടെ ഇരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ കേരളത്തിലെ സമുദായങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തു ഇതിൻ്റെ റിനോവേഷന് വേണ്ടിയിട്ട്. 6-7 കോടി മുടക്കിയെന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് പണിത് വച്ചിരിക്കുന്നത് ട്രസ്റ്റിൻ്റെ സ്ഥലത്താണ്. നാളെ ഇത് 2 ഭാരവാഹികളാകുമ്പോഴോ എന്തായാലും ലോകാവസാനം വരെ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി കസേരയിൽ ഇരിക്കത്തില്ല. മിക്കവാറും 2024 സുപ്രഭാതം തെളിയാൻ പോകുന്നത് നടേശൻ്റെ ആദ്യത്തോടുകൂടിയായിരിക്കും. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മിസ്റ്റർ നടേശനും നടേശൻ്റെ കൂടെയുള്ള ടീമുകളും ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ല. യോഗത്തിൻ്റെ DIN നമ്പറില്ലായിരുന്നു. അതുകൊണ്ട് ഇത് ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഇവർ രജിസ്ട്രേഷൻ IG-യോട് അതിൻ്റെ നടപടി എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവിടെയൊക്കെ സ്വാധീനങ്ങൾ ഉണ്ടായി കാണും. അത് വെച്ചിട്ട് എന്ത് ചെയ്തു? നിങ്ങൾ കോടതി, സിവിൽ കോടതി പൊക്കോളാൻ പറഞ്ഞു. എഗെയിൻ ദ പാർട്ടീസ്. ബഹുമാനായ MK സാനിമാഷാണ് അതിനകത്ത് ഹർജിക്കാരൻ. അത് വീണ്ടും ഹൈക്കോടതി പെറ്റീഷനുമായിട്ട് പോയി. അപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഓർഡർ ഇറക്കി. ജനുവരി മാസം 4-ാം തീയതി ബോത്ത് പാർട്ടീസ് അപ്പിയർ ബിഫോർ ദ IG of registration and matter will be disposed. That means എന്താ സംഭവിക്കാൻ പോകുന്നത്? നടേശൻ മാത്രമല്ല, നടേശൻ്റെ ടീം കംപ്ലീറ്റ് അയോഗ്യരായി പോവും. അപ്പം എന്തായാലും ഇത് ലോകാവസാനം വരെ ഇദ്ദേഹത്തിൻ്റെ സ്വന്തമല്ലല്ലോ. അങ്ങനെ ഇത് വേറൊരു ടീം വേറൊരു ഭരണവർഗം അധികാരത്തിലേക്ക് വരുമ്പോഴാണ് യോഗത്തിൻ്റെ ആഫീസ് ഇരിക്കുന്ന ട്രസ്റ്റിൻ്റെ സ്ഥലത്താണ് സ്വന്തമായിട്ടൊരു SNDP യോഗത്തിൻ്റെ ഒരു ഓഫീസ് കെട്ടിടം സ്വന്തം മണ്ണിൽ പണിയാൻ കഴിയാത്ത ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. പിന്നെ എന്താണെന്ന് അദ്ദേഹം ഇങ്ങനെ പിടിച്ചു നിൽക്കും താങ്കളോട് ചോദ്യം ചോദിച്ചു. ഇതിനൊരു ഇൻറ്റേർണൽ മെക്കാനിസം ഉണ്ട്. ഇതിൻ്റെ ബയലോ അങ്ങനെയാണ്. ശരിയാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പുള്ളി കാലാകാലങ്ങളിൽ അമെൻഡ് ചെയ്തു. കാരണം അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ആരുമില്ല.
ഒരു ആൾ അഗ്രീവ്ഡ് ആണെങ്കിൽ അയാൾ സിവിൽ കോടതി ചെല്ലുവാണെങ്കിൽ സിവിൽ കോടതി ചോദിക്കും, നിങ്ങളുടെ ബയോയ്ക്കകത്ത് ഇക്വിറ്റബിൾ ആൻഡ് എഫിക്കേഷ്യസ് റെമഡി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും കോടതി. ഉണ്ട്. എന്താ റെമഡി? ഇതിനകത്ത് ആർബിട്രേഷൻ ക്ലോസ് പറയുന്നുണ്ട്. നിനക്ക് പരാതി ഉണ്ടെങ്കിൽ നീ നിൻ്റെ ശാഖാ സെക്രട്ടറിക്ക് കൊടുക്കണം. അവിടെ ശാഖാ കമ്മിറ്റിയുടെ തീരുമാനം തൃപ്തികരമല്ല നിനക്ക് യൂണിയന് കൊടുക്കാം. യൂണിയൻ്റെ തീർപ്പിൽ നിനക്ക് പരാതി ഉണ്ടെങ്കിൽ നിനക്ക് യോഗം ജനറൽ സെക്രട്ടറി കൊടുക്കാം. അവിടെയും പരാതി ഉണ്ടെങ്കിൽ നിനക്ക് യോഗം കൗൺസിലിന് കൊടുക്കാം. അവിടെയും പരാതി ഉണ്ടെങ്കിൽ നിനക്ക് യോഗം ബോർഡിൽ അപ്പീൽ കൊടുക്കാം. ഡയറക്ട് ബോർഡിൻ്റെ തീരുമാനം അന്തിമമാണ്. ഇതാണ് ഇതിൻ്റെ ബയലോ. അപ്പോൾ ഒരു അഗ്രീവ്ഡ് ആയിട്ട് ഒരാൾ സിവിൽ കോടതിയെ സമീപിക്കുമ്പോൾ സിവിൽ കോടതി പറയും ഇക്വിറ്റബിൾ ആൻഡ് എഫിക്കേഷ്യസ് റെമഡി നിങ്ങളുടെ ബയലോയിലുള്ളപ്പോൾ മിക്കവാറും ആളുകളൊന്നും ഇതൊന്നും ചെയ്യാതെയാണ് നേരെ കോടതിയിലോട്ട് ചെല്ലുന്നത്. ഇനി ഈ നടപടിക്രമങ്ങൾ ശാഖ മുതൽ യോഗം ഡയറക്ടർ ബോർഡ് വരെ ഒരാൾ അപ്പീലുമായിട്ട് പോയിട്ട് വരുമ്പോൾ അവൻ്റെ ആയുസ് തീരും. ഞാൻ പറഞ്ഞ സ്ഥലത്ത് മനസ്സിലായി. ഈ ഇന്റേണൽ മെക്കാനിസം പിന്നെ എല്ലാത്തിൻ്റെയും പരമാധികാരം ജനറൽ സെക്രട്ടറിയിൽ നിക്ഷിപ്തമാണ്. ഒരാൾ അഭിപ്രായം പറഞ്ഞു പോയാൽ അപ്പോഴവർ ഷോക്കോസ് കൊടുക്കും. അന്നേരം നിന്റെ അവകാശാധികാരങ്ങൾ 10 വർഷത്തേക്ക് റദ്ദ് ചെയ്തിരിക്കുന്നു. അത്രേ ഉള്ളൂ. അന്നേരം യോഗം ജനറൽ സെക്രട്ടറി ആയിരിക്കും എപ്പോഴും പരമാധികാരി. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ വില്ലാൻഡ് അതനുസരിച്ചുള്ളവർ നിന്നാൽ മതി. ഇതിനകത്ത് ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് ഇപ്പം മാവേലിക്കര KM സുജാതൻ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായ സമ്പത്തുള്ളവരൊക്കെ ഇപ്പം തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് കിളിമാനൂർ ചന്ദ്രബാബു എത്രയോ കോടി രൂപ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം അയാൾ കള്ളനാണെന്ന് പറഞ്ഞു. അയാളെ ദൂരെ കളഞ്ഞു. എന്താ? അയാളെ ട്രസ്റ്റിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. മകനെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആക്കാൻ വേണ്ടി അയാളെ വെട്ടി. ഇയാളെ കൊണ്ടുവന്നതാരാ? ഈ സംഘടനയ്ക്കകത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിച്ചിരുന്നത് വൈക്കത്തെ VV സത്യൻ വക്കീലാണ്. കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു. വൈക്കം ബാറിൽ അതിപ്രഗത്ഭനായ അഭിഭാഷകനായിരുന്നു. വൈക്കം SNDP യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം യൂണിയൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് വൈക്കത്ത് TV പൂരം പള്ളി സെമിത്തേരി ആയിട്ടുള്ള വിഷയം ഉണ്ടാകുന്നത്. അവിടെയാണ് വെള്ളാപ്പള്ളി. ആ പള്ളിക്ക് എന്ത് വില വേണം, ഈ പള്ളി ഏതെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ പാവപ്പെട്ട ഇഴവന്മാരെല്ലാം ആവേശം കൊണ്ടുപോയി. ഇത് വലിയ ഒരു പള്ളി വന്നു. ആ ഒരു ഒറ്റ വാചകത്താലാണ് വെള്ളാപ്പള്ളി ഈഴവൻ്റെ മനസ്സിൽ കയറുന്നത് വലിയൊരു ഹീറോ ആയിട്ട്. പക്ഷേ ഇയാൾ ഹീറോ ആയാലും ഒരു സീറോയാണ്, വെറും സീറോ. ഈ നാക്കും ഇപ്പം തന്നെ ഇപ്പോൾ ഗണേശനെ കുറിച്ച് മന്ത്രിയാക്കരുതെന്നും അയാളുടെ പാർട്ടിക്കകത്ത് ഒരു കെട്ടുവള്ളത്തെ കയറാൻ ആളില്ലെന്നൊക്കെ അദ്ദേഹം എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളവനൊക്കെയാണോ മന്ത്രിയാക്കുന്നത്? മന്ത്രിയാക്കാൻ പറ്റത്തില്ലെന്നില്ല പുള്ളി പറഞ്ഞത്. മന്ത്രിയാക്കുന്നത് ഇവനെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളെ വേണം കൈകാര്യം ചെയ്യണമെന്ന് വരെ ഇദ്ദേഹം കയറി പറഞ്ഞു. ഇതേ ഉണ്ടാക്കിയൊരു പാർട്ടി, ഇദ്ദേഹത്തിൻ്റെ മകൻ അതിൻ്റെ പ്രസിഡൻ്റാണല്ലോ. ആ പാർട്ടിയിൽ ഒരു സൈക്കിളെ കയറാനുള്ള ആളുണ്ടോ? ഞാൻ ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സ്റ്റേറ്റ്. ഈ ഇരിക്കുന്ന KM സന്തോഷ് കുമാർ കേരളം മുഴുവൻ 2016 ഇവിടെ NDA വലിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കി. ആ പാർട്ടിക്ക് ഇന്ന് എത്ര പേരുണ്ട്? ഇപ്പോൾ എൻ്റെ നാട് ഏറ്റുമാനൂരാണ് എൻ്റെ വക്കീൽ ഹൗസ് പ്രവർത്തിക്കുന്നത്. ആ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ 30,000-ഓളം വോട്ട് പിടിച്ചതാണ് 2016. കഴിഞ്ഞ ഇലക്ഷൻ വന്നപ്പോഴത്തേന് BDS സ്ഥാനാർത്ഥി പോലും ഓടിയില്ലായിരുന്നു. ഗുരുദേവൻ പറഞ്ഞത് സംഘടിച്ച് ശക്തരാകുക എന്നാണ്. ഇദ്ദേഹം സംഘടിച്ച് ശക്തരാക്കുകയായിരുന്നു അതോ വിഘടിച്ച് ഒന്നുമല്ലാതാകുകയാണ്? എന്താണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് ആളുകൾ രംഗത്ത് പല കാലഘട്ടങ്ങളിൽ വന്നു പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് SNDP വിമോചന സമിതി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഞങ്ങളുണ്ടാക്കി. അതിനകത്ത് പെരുമ്പാവൂരിലുള്ളൊരു അജന്തകുമാർ ഒരു വക്കീൽ, എരുമേലിയിലുള്ളൊരു ശ്രീകുമാർ അതിൻ്റെ ട്രഷറായിരുന്നു. പീരിമേഡ് SNDP കൊണ്ട് മുൻ സെക്രട്ടറി ആയിരുന്നു അജയൻ തക്കപ്പൻ ഉണ്ടായിരുന്നു. തൃശ്ശൂർ യൂണിയൻ്റെ പഴയ സെക്രട്ടറി ഒരു പ്രേംകുമാർ, അങ്ങനെ ഒരു വലിയൊരു ടീം തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്ത്രപരമായി ഇവരെ പർച്ചേസ് ചെയ്യാൻ നടേശനറിയാം. ഇപ്പോൾ സുഭാഷ് വാസു എന്ന് പറയുന്ന മാവേലിക്കര യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന, സ്പൈസസ് ബോർഡിൻ്റെ ചെയർമാനായിരുന്ന, മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന ശ്രീ സുഭാഷ് വാസു വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറഞ്ഞതാണ് ഈഴവ സമുദായത്തിൻ്റെ രക്തം കുടിക്കുന്ന ഡ്രാക്കുളയാണെന്ന് വരെ പറഞ്ഞു വലിയ വേളോ കേട്ടാണ്. അദ്ദേഹം ഹുസൈൻ കുമാർ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. ഇപ്പം സുഭാഷ് വാസു അവിടെ പോയി. ഒരു കാലത്ത് MP ശ്രീകുമാർ ഇപ്പോൾ രാജാക്കാട് യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുക. SNDP യോഗത്തിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് വരെ ആയിരുന്ന ആളാണ് ശ്രീകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പറായിട്ടിരുന്നു, ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പറായിട്ടിരുന്നു. അങ്ങനെ വലിയ കാര്യമായിട്ട് വലിയ ആളായിട്ട് കയറുന്ന ആളാണ് ശ്രീകുമാർ. ഒരു സുപ്രഭാതത്തിൽ വെള്ളാപ്പള്ളി നടേശന് വേണ്ടി തെറ്റി. മംഗളം പത്രത്തിൽ ഫുൾ പേജ് സപ്ലിമെൻറ്റ് ഞാൻ എന്നും ഓർക്കുവാണ്. ഗോകുലം ഗോപാലൻ എൻ്റെ പിതാവാണെന്ന് വരെ പുള്ളി അത് എഴുതി വെച്ചു. അവിടെ പോയി കൂടിയത് ഗോകുലം ഗോപാലൻ സാറിൻ്റെ കാശടിക്കാണ്ടായിരിക്കും പുള്ളി അവിടെയും കൂടിയത്. മനസ്സിലായില്ലേ? അല്ലാതെ തന്നെ അത് കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോഴത്തേക്കും ശ്രീകുമാർ വെള്ളാപ്പള്ളി നടേശൻ്റെ കാലം എഴുതി. ഇവന്മാരെ രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി
മൂന്നാറിലെങ്ങാണ്ട് വെച്ച് ചീത്ത പറയുന്നത് കേട്ടു. തല കുനിച്ചിരിക്കുകയുള്ളൂ. ഇതിന് കാരണം ഏത് തരത്തിൽ പറഞ്ഞ ഇഷ്ടം പോലെ കാശ് കയ്യിലുള്ളൂ. ഇത് പുള്ളി വേലയെടുത്തുണ്ടാക്കുന്ന കാശല്ലല്ലോ, പാവപ്പെട്ട സമുദായ അംഗങ്ങളിൽ നിന്ന് ആ സ്ഥാപനങ്ങളിലേക്ക്, അത് പൂർവ്വസൂരികളായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള കോളേജിലും സ്കൂളുകളിലും നടക്കുന്ന നിയമനങ്ങൾക്കും അവിടെ വിദ്യാർത്ഥികളെ ചേർക്കുമ്പോൾ വാങ്ങുന്ന ഡൊണേഷനുള്ള ഒറ്റ എണ്ണത്തിന് രസീത് കൊടുത്തല്ല മേടിക്കുന്നത്. പുള്ളി ഏറ്റവും കുറഞ്ഞത് ഒരു 10,000-3,000 കോടിയെങ്കിലും പുള്ളിയുടെ ഇതിൽ നിന്ന് പുള്ളി എടുത്തു കാണും ഇത്തരം കാലം. പിന്നെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വാങ്ങിച്ചെടുക്കുന്ന പൈസ. 2016 ശ്രീ നടേശൻ സാറും കുടുംബവും ഹെലികോപ്റ്ററിലല്ലേ കേരളത്തിൽ കൂടെ നടന്നുകൊണ്ടിരുന്നത്, കണ്ടിട്ടില്ലേ? BJP കൊടുത്ത് ഹെലികോപ്റ്റർ കയറി നടക്കുമായിരുന്നു കേരളം മുഴുവൻ NDA സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ. എന്തൊരു ആവേശമായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് പൊൻകുട പൊട്ടിയെന്ന് അറിഞ്ഞപ്പോഴേ അദ്ദേഹം പിറ്റേ ആഴ്ച പോയി പിണറായി സാറിൻ്റെ മുമ്പിൽ ഇങ്ങനെ താണു നിൽക്കുന്ന ഒരു പടം ഉണ്ടായിരുന്നു. കേരള മോദിയുടെ ഫ്രണ്ട് പേജിലൊന്ന് കൊടുത്തു. എല്ലാവർക്കും ഇത് മനസ്സിലായെങ്കിലും BJP എന്തുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല? ഇപ്പോഴും ഇവരുടെ രാഷ്ട്രീയ പ്രസക്തി, ഈ പ്രസ്ഥാനത്തിൻ്റെ BJP രക്ഷപ്പെടണമെങ്കിൽ കേരളത്തിൽ എന്ത് സംഭവിക്കണം? ഇവർക്ക് BJPയിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ? ഇവരുടെ ഈ പറയുന്ന മകനും അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള 5-6 പേരും കൊണ്ട് BJPക്ക് എന്തെങ്കിലും ഇവിടെ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ? അതോ നേട്ടമാണോ കോട്ടമാണോ ഇവരെ കൊണ്ടുണ്ടാക്കാൻ? തീർച്ചയായിട്ടും കോട്ടമാണ്. എങ്ങനെയാണ് ഇവർക്ക് BJPക്ക് ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇവരെ പോലെ ഒരു ക്വാളിറ്റി, ഞാൻ ഉദാഹരണം പറയാം. ഇന്നത്തെ ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള BJPയുടെ പ്രസിഡൻ്റായിരുന്നപ്പോൾ നടത്തിയ ഒരു വലിയ മൂവ്മെൻറ്റാണ് ശബരിമല സംരക്ഷണ ജാഥ. ഓർമ്മയുണ്ടാവും തോന്നുന്നു, എൻ്റെ സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കുന്ന ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ. അതിനുവേണ്ടി തുഷാർ വെള്ളാപ്പള്ളിയും ശ്രീധരൻപിള്ള സാറും ക്യാപ്റ്റന്മാരായിട്ടുള്ള ജാഥയായിരുന്നു. ഞാൻ അതിനകത്ത് പ്രാസംഗികനായിരുന്നു. ഞാൻ PT മന്മഥൻ, ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ BDJSൻ്റെ ഭാഗത്ത്. അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളാ കൂടി, വലിയ ആവേശം. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് വെള്ളാപ്പള്ളി ദേശം പറഞ്ഞ് വനിതാ മതിൽ കെട്ടാൻ പറഞ്ഞു. അന്ന് ഞാൻ മീനച്ചി യൂണിറ്റ് സെക്രട്ടറിയാണ്. അപ്പം നമ്മുടെ ആത്മഹത്യ ചെയ്ത മഹേശനാണ് ഈ വിളിച്ച ആളെ കൂട്ടുന്ന പരിപാടി. അന്ന് പുള്ളിക്കായിരുന്നു അതിൻ്റെ ജോലി, കോർഡിനേഷൻ. വക്കീലേ, എത്ര വണ്ടി ആൾ വരുമെന്ന് ചോദിച്ചു മതിൽ കെട്ടാൻ. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് മതിൽ കെട്ടുന്ന പണിയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ശബരിമല സംരക്ഷിക്കാൻ എനിക്ക് ഈ അടുത്ത ആഴ്ച പോയി മതിൽ കെട്ടാൻ പറ്റത്തില്ല. ഒന്നുകിൽ മതിൽ കെട്ടാൻ പറയണം, അല്ലെങ്കിൽ ശബരിമല കാര്യം പറയണം, രണ്ടും കൂടെ പറയണം. അതൊക്കെ എന്നോടുള്ള വിരോധത്തിൻ്റെ പ്രധാന കാരണങ്ങളാണ്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയും. എനിക്കിപ്പോൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആരെയും ഭയപ്പെട്ടുണ്ടല്ല, ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുത്തനാണ്. ഇപ്പം നമ്മൾ ഇയാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ നമ്മൾ കള്ളനാണെന്ന് പറയും, പെണ്ണുപിടിയനാണെന്ന് പറയും, കള്ളുകുടിയനാണെന്ന് പറയും. ഇതാണ് ഒരാളെ അങ്ങോട്ട് നശിപ്പിച്ച് കളയാണ്. അതിനുള്ള ആളുകൾ ഇതിനകത്ത് നിർത്തിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇത്രയും എൻ്റെ ജീവിതത്തിൽ ഞാൻ വയനാട് മത്സരിക്കുകയാണ് മിസ്റ്റർ തുഷാർ വെള്ളാപ്പള്ളി. ഞാൻ 15-16 ദിവസത്തോളം വയനാട്ടിൽ പോയി. എനിക്കൊരു നിയോജകമണ്ഡലത്തിൻ്റെ ചുമതലയായിരുന്നു. നമുക്ക് ഇയാളുടെ പ്രവർത്തനം കാണുമ്പോൾ ഇയാൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ നിൽപ്പ്. ഒരിക്കൽ ഞാൻ ഇന്നും ഓർക്കുക, ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പോകുമ്പോഴത്തേന് എല്ലാവർക്കും വെള്ളം കുടിക്കാൻ വേണ്ടി കടയിൽ വണ്ടി നിർത്തി. ഇയാൾ സ്ഥാനാർത്ഥിയാണെന്ന് ഓർമ്മയാണ്. അപ്പോൾ നാരങ്ങാവെള്ളം കുടിക്കാൻ എല്ലാവർക്കും നാരങ്ങാവെള്ളം, നാരങ്ങാവെള്ളവും പറഞ്ഞെല്ലാം കുടിച്ചോണ്ടിരിക്കുക. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, തുഷാർജി ഒന്ന് പുറത്തിറങ്ങിയിട്ടേ ആ കടകളിലേക്ക് റോട്ടി ചോദിക്കാൻ പറഞ്ഞു. എടുക്കുന്ന സമയം നീ പോടാ, എനിക്ക് പറ്റത്തില്ല. അന്ന് ചാർട്ട് ചെയ്ത പ്രോഗ്രാം, സ്ഥാനാർത്ഥി പര്യടനത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ടൈം ആളുകൾ കാത്തു നിൽക്കുക. ഇയാൾ കിടന്ന് ഉറങ്ങും. ഒന്ന് ആലോചിക്കുക. അപ്പം ജയിക്കാൻ വേണ്ടിയിട്ടല്ലത്, ഇത് പണസമ്പാദനത്തിനുള്ളൊരു മാർഗമാണ്. ഇതൊന്നും തിരിച്ചറിയാൻ BJP കഴിയാത്ത എന്ത് കാര്യം എനിക്കറിയത്തില്ല. ഒരു ഏകദേശം ഒരു എത്ര കോടി രൂപയോളം, അതായത് ഈ കഴിഞ്ഞ തവണ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് വേണ്ടി അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഫണ്ട് ഒരു ഏകദേശം എത്ര കോടി രൂപയോളം ഈ BDJSന് കിട്ടിയിട്ടുണ്ടാവും? ഈ പണം ഇവരെങ്ങനെ വിനിയോഗിച്ചിട്ടുണ്ടാവും? അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ 16 നിയമസഭാ ഇലക്ഷൻ എൻ്റെ അറിവ്, കാരണം ഞാൻ എൻ്റെ ആരും പൈസ തന്നിട്ടില്ല, ഞാൻ മേടിച്ചിട്ടുമില്ല. എൻ്റെ കാറും എൻ്റെ ഡ്രൈവറെ വെച്ച് ഞാൻ ഈ കേരളം മുഴുവൻ ഓടിയതേ ഉള്ളൂ. എനിക്ക് മാത്രമേ ഉള്ളൂ ഇയാൾ സീറ്റ് തരാതെ. ഏറ്റുമാനൂർ 12 മണിക്കൂർ പകൽ സമയം വക്കീൽ പണി ചെയ്യുന്ന എനിക്ക്, 10-30 വർഷത്തെ പ്രാക്ടീസുള്ള എനിക്ക്, അന്ന് അവിടുത്തെ MLA ആയിരുന്നു ജോർജ് ജോസഫ് പൊടിവാരുടെ ഏറ്റവും അടുത്ത ആളാണ് ഞാൻ. എനിക്ക് തരേണ്ട സീറ്റില്ലേ? പത്രങ്ങളെല്ലാം എഴുതി എനിക്ക് ആ സീറ്റെന്ന് പറഞ്ഞു. എനിക്ക് തന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു അവിടെ സ്ഥാനാർത്ഥിയാക്കിയ ആളെ എന്നോട് നിൽക്കാൻ പറയും. ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റാണ്. തങ്കപ്പൻ എന്ന് പറഞ്ഞ ഒരുത്തിനെ കൊണ്ട് അവിടെ നിർത്തി, മണർകാടലോട്. ഞാൻ അവിടുത്തുകാരനല്ലേ. അപ്പോൾ അയാൾ പറഞ്ഞു സന്തോഷിക്കുന്നു പറഞ്ഞു. ഞാൻ ശുദ്ധഗതിക്ക് വിളിച്ച് ഇയാളോട് പറയുന്നത്, AG തങ്കപ്പൻ പറയാണ് സന്തോഷം നിൽക്കാൻ പറയാമെന്ന് പറഞ്ഞു. ഇയാളൊരു തെറി എന്നോട് പറഞ്ഞു. മാവ് കൂട്ടി പറഞ്ഞിട്ട് നീ ആ കഞ്ഞിക്കലൊക്കെ വാങ്ങി വെച്ചേക്കാൻ. അപ്പം എന്നോട് പറഞ്ഞു. ഞാൻ ഒരു അക്ഷരം വേണ്ടാൻ പോയിട്ടില്ല, എനിക്ക് പരാതിയില്ല. എങ്കിലും ഞാൻ ഈ കേരളം മുഴുവൻ നടന്നു. എൻ്റെ വണ്ടിയും
ഞാൻ ഡ്രൈവറെ വെച്ച് ഓടി നടന്ന് ഈ ഇതിനു വേണ്ടി പ്രസംഗിച്ചു, ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി. എന്നെ മതിയായിരുന്നു സ്ഥാനാർത്ഥികൾക്കെല്ലാം. ഒരു ദിവസം 8ഉം 10ഉം പ്രോഗ്രാമിൽ പ്രസംഗിച്ച് അവൻ മടുത്തിട്ടുണ്ട് ഞാൻ. ഇടതുപക്ഷത്തിൽ അധികാരം കിട്ടിയപ്പോൾ ആദ്യം പിടിച്ചത് തന്നെയാണ്. ആ കൂടെ നടേശനും കൂടി. ഞാൻ SNDP യോഗത്തിൻ്റെ വക്താവായിട്ടിരിക്കുമ്പോഴാണ് എന്നെ ഒരു കോഴിക്കുഞ്ഞിനെ എടുക്കുന്ന പോലെ, അല്ലെ ഒരു കുഞ്ഞു പൂച്ചക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന പോലെ എന്നെ ഇപ്പോൾ ജയിലിലടപ്പിച്ചു. എൻ്റെ പേര് 11 ക്രിമിനൽ കേസ് എടുപ്പിച്ചു. ഞാൻ എന്നെ ഭയപ്പെട്ടു പോകുന്നതാണ് വിചാരം. ഞാൻ ഭയപ്പെടുത്ത, ഞാനൊരു പ്രാക്ടീസിങ് ലോയറാണ്. കോട്ടയം ജില്ലാ കോടതി ഉൾപ്പെടെ പ്രാക്ടീസ് ചെയ്യുന്നൊരു അഭിഭാഷകനാണ് ഞാൻ. എന്നെ ഒളിവിലിട്ട് ചാർജ് കൊടുക്കുക, ഞാൻ ഒളിവിൽ പോയെന്ന് പറയുന്നുണ്ട്. സമൻസ് വരുമ്പോഴേ സുല്ല ഞാൻ കേസിൽ പ്രതിയാണെന്നറിയുന്നത്. ബഹുമാനപ്പെട്ട പാലാ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് എന്നെ 2 കേസിൽ ഡിസ്ചാർജ് ചെയ്ത് കളഞ്ഞു, വിചാരണ പോലും ഇല്ലാതെ. ഒരു കേസിൽ എന്നെ അറസ്റ്റ് ചെയ്ത കേസിൽ വിചാരണ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇവന്മാരെന്ത് ചെയ്തു? മജിസ്ട്രേറ്റിനെതിരെ പരാതി അയച്ചു, വിജിലൻസിനൊക്കെ. കേസ് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അത് കറങ്ങി തിരിഞ്ഞപ്പോൾ വൈക്കം കോടതിയിലാണ് കിടക്കുന്നത്. വിചാരണ എല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പം ഓരോ പെറ്റീഷൻ ഇടുക. അപ്പോൾ അതിനെതിരെ കൊണ്ട് ക്രിമിനൽ MC കൊടുത്തിരിക്കുക കേരള ഹൈക്കോടതി. കാരണം ശുദ്ധമായ പച്ചക്കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണ്. ഈ കേരളത്തിൽ നടക്കുന്ന എന്താണ്? ഈ കേരളത്തിൽ നിന്ന് എന്താ നടക്കുന്നത്? ആഭ്യന്തര വകുപ്പിനകത്ത് സാധുക്കൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരു അഭിപ്രായം പറഞ്ഞു പോയ കള്ളക്കേസ് കൊടുക്കും. അന്ന് ഞാൻ ഈ യോഗത്തിൻ്റെ വക്താവായിട്ടും സംഘടനാ രംഗത്ത് നിൽക്കുന്ന എന്നെ പ്രതിയാക്കാൻ സഹായം ചെയ്തു കൊടുത്ത ആരാണ്? വെള്ളാപ്പള്ളി നടേശനാണ്. സാധാരണക്കാർക്ക് അത് പറ്റുമോ? ഒരു നേതാവ് അങ്ങനെ ചെയ്യുമോ? തൻ്റെ അനുയായികളെ ഇങ്ങനെ ദ്രോഹിക്കാൻ ശ്രമിക്കുമോ? അന്ന് എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ പ്രതിഷേധം നടത്താൻ വേണ്ടി ആളുകൾ ആവേശത്തോട് വന്നു. പ്രതിഷേധം വേണ്ട നിങ്ങൾ പറഞ്ഞു. പക്ഷേ ആളുകളെ സംബന്ധിച്ചുള്ള വിഷയം ഉണ്ടായി. അവസാനം വലിയ പ്രതിഷേധവും പ്രകടനവും നടന്നു. മനസ്സിലാക്കുക. അപ്പം സ്വന്തം കൂടെ നിൽക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക. ഇത് തിരിച്ചറിയുന്നൊരു കാലം വരും. ഇപ്പം തന്നെ ശ്രീപാദം ശ്രീകുമാർ എരുമേലി യൂണിയൻ്റെ ദീർഘകാല സെക്രട്ടറി ആയിരുന്നു. അയാൾ അവിടുത്തെ സ്ഥാപക. ആ എരുമേലി യൂണിയൻ ഞാൻ ഭരിച്ചിട്ടുള്ള, എൻ്റെ പ്രപ്പോസൽ ആ യൂണിയൻ ഉണ്ടായത്. ഞാൻ ഹൈറേഞ്ച് യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുമ്പം ഞാൻ കൊടുത്ത കത്ത് പ്രകാരം, എൻ്റെ ശുപാർശ പ്രകാരമാണ് എരുമേലി യൂണിയൻ സ്ഥാപിക്കുന്നത്. മനസ്സിലായി? ലാസ്റ്റ് യൂണിയൻ ഉണ്ടാകാൻ കാരണക്കാരനാണ് ഞാൻ. ആ യൂണിയൻ്റെ അന്ന് മുതലുള്ള സെക്രട്ടറി ആയിരുന്ന ശ്രീകുമാർ ഈ ശബരിമല സംരക്ഷണ ജാഥയുടെ മതിൽകെട്ടാണ് ഒരു കാരണം. അയാൾ പറ്റത്തില്ലെന്ന്, എന്നെ പോലെ തന്നെ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരാളാണ്. അയാളെ പുറത്താക്കി. കൂടെയുള്ളവനെ അപ്പഴേ രാജിവെപ്പിക്കുക. പറഞ്ഞ് പോയിന് മനസ്സിലാക്കുക. കോറം കളയിപ്പിക്കുക, തകർക്കുക. പിന്നെ കോറം പോയില്ല, പിന്നെ അടുത്ത ആളെ ഏൽപ്പിക്കുക. ശ്രീപാദം ഭയങ്കര ബഹളമായിരുന്നു. എൻ്റെ അടുത്തൊരു 100 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എങ്ങനെയെങ്കിലും സന്തോഷ് വക്കീലിലൂടെ ഇറക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് നേരെയില്ല. കാരണം നമ്മളൊരു യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ചൈനീസ് വൻമതിൽ ചാടിക്കിടക്കുന്നത് പോലെയാണ്. SNDP യോഗത്തിൻ്റെ നിലവിലുള്ള ഭാരവാഹികൾക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ നമ്മുടെ ഈ സമ്പത്ത് വേണം. നടേശൻ അന്ന് കയ്യിലെ കാശ് മുടക്കിയാണ് ഈ കച്ചവടത്തിൽ ഇറങ്ങിയത്. ആ കച്ചവടത്തിൽ ജയിച്ചു. നടേശൻ്റെ കയ്യിൽ ഇത് പോകണമെങ്കിൽ വലിയ പാടാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെക്കാനിസം. അതാണ്. ആ ശ്രീപാദം ശ്രീകുമാറെ കൂടെ എന്നെ നിർബന്ധിച്ച് വലിച്ചിറക്കി. അതുപോലെ ഒത്തിരി പേര് എൻ്റെ ഓഫീസിൽ, വക്കീൽ ഓഫീസിലും വന്ന് പിടിച്ചിറക്കിയാണ് ഞങ്ങൾ SNDP വിമോചന സമിതി ഉണ്ടാക്കുക. ശ്രീപാദം ശ്രീകുമാർ എന്നും രാവിലെ ഏറ്റ് ഒരു വീഡിയോ, ഉച്ചയ്ക്കൊരു വീഡിയോ വെള്ളാപ്പള്ളിക്കെതിരെ, വൈകിട്ടൊരു വീഡിയോ, 3 വീഡിയോ പുള്ളി ഡെയിലി ചെയ്യും. എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നോട് വിളിച്ചു, സന്തോഷ് വക്കീൽ പോരാ ഇച്ചിനോട് പറയണം. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് പറയാനായിട്ടാ? അങ്ങനെ നിരന്തരമായി വെള്ളാപ്പള്ളിക്കെതിരെ വീഡിയോ ചെയ്യുകയും. എൻ്റെ ഒരു സാധനം ഇരിപ്പുണ്ട്, സാറിനെ കാണിക്കാം. അതിനെന്ന് വെച്ചാൽ 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2019 തുഷാർ വെള്ളാപ്പള്ളി തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊടുത്ത സത്യവാങ്മൂലത്തിൻ്റെ കോപ്പി എൻ്റെ ഇരിപ്പുണ്ട്. മുദ്രപത്രത്തെ കൊടുത്ത് നോട്ടറൈസ്ഡ് അഫിഡവിറ്റ് എൻ്റെ ഇരിപ്പുണ്ട്. തുഷാർ വെള്ളാപ്പള്ളിക്ക് എന്ത് സ്വത്തുക്കളുണ്ട്, അയാളുടെ ഭാര്യയ്ക്ക് എന്ത് സ്വത്തുണ്ട്, സ്വർണ്ണമുണ്ട്, എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് തുഷാർ വെള്ളാപ്പള്ളി കേവലം 10ാം ക്ലാസ്സുകാരനാണ്. പുല്ലുവഴി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ജയകേരളം പുല്ലുവഴി ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ നിന്ന് ഈ SSLCക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 210 മാർക്കാണ് പുള്ളി മേടിച്ചത്. പുള്ളിയാണ് കേരളത്തിലെ ഡോക്ടർ പൽപ്പുവിൻ്റെ കസേര കയറുന്ന ഈഴവന്മാരെ നന്നാക്കാൻ വന്നിരിക്കുന്നത്. ഒന്നാമത് വിദ്യാഭ്യാസം ഉള്ളവരും വേണം യോഗത്തെ നയിക്കേണ്ടത്. വിഷൻ ഉണ്ടായിരിക്കണം. അച്ഛനും മകനും 10ാം ക്ലാസ്സുകാരാണ്. അത് 10ാം ക്ലാസ്സുകാരനായതുകൊണ്ട് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആ റേഞ്ചാണ് ഇവർ കാണിക്കുന്നത്. അന്ന് ആ അഫിഡവിറ്റിൽ ഇയാളുടെ സ്വത്തിനെക്കുറിച്ചും എല്ലാം വിവരം ഉണ്ട്. എത്ര സ്വത്തുക്കളുണ്ട്, എത്ര സ്വർണ്ണാഭരണങ്ങളുണ്ട്, എവിടെയെല്ലാം കെട്ടിടങ്ങളുണ്ട്, ഇതെല്ലാം അങ്ങനെയല്ല സ്ഥാനാർത്ഥി കൊടുക്കേണ്ടത്. എൻ്റെ ഈ റിപ്പോർട്ട് ഞാൻ താങ്കൾക്ക് തരാം. അത് വെറുതെ അല്ല, അടയാള സഹിതം പകർപ്പാണ്. ഈ ഇലക്ഷൻ അങ്ങ് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പം നിങ്ങളുടെ ഇടുക്കി ജില്ലയിൽ
ആനവിലാസത്ത് 36 ഏക്കർ ഭൂമി മകൻ്റെ പേരിൽ, അമ്മയുടെ പേരിൽ 6 ഏക്കർ, പട്ടയവും കര അടയ്ക്കുന്നു. പിന്നെ കൈവശ ഭൂമി വേറെ. ആനവിലാസത്ത് 1 ഏക്കർ ഏലക്കാടിൻ്റെ വില എത്ര അറിയോ? 40,000 രൂപയാണ്. 40 ലക്ഷം രൂപ. കാരണം എൻ്റെ വൈഫ് ഹൗസോടെ അടുത്താണ്. എൻ്റെ വൈഫിൽ ഞങ്ങളുടെ ഏലക്കാടും കുരുമുളക് കൃഷിയൊക്കെ ഞാൻ കൊള്ളാണ്. അപ്പോൾ അവിടെ വസ്തുവിൻ്റെ വില എന്താണെന്ന് എനിക്കറിയാം. ഇടുക്കി ജില്ലയിൽ ഏറ്റവും നല്ല ഏലം കാർഡമം ഉണ്ടാകുന്നത് ആനവിലാസത്താണ്. അപ്പോൾ 36 6 42 ആണെങ്കിൽ അതിന്റെ കൈവശം അത്രയും തന്നെ ഉണ്ട്. 36 പേരിലാണ്. 36 മകൻ ദേവ് തുഷാറിന്റെ പേരിൽ, തുഷാർ വെള്ളാപ്പള്ളിയുടെ മകന്റെ പേരിൽ 6 ഏക്കർ ജനറൽ സെക്രട്ടറിന്റെ വൈഫ് പ്രീതി നടേശൻ അവരുടെ പേരിൽ. അങ്ങനെ 42 ഏക്കർ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ മേടിച്ചു, പാർലമെന്റ് ഇലക്ഷൻ. അപ്പൊ ഈ പാർലമെന്റ് ഇലക്ഷൻ ഇപ്പം വരാൻ പോകും, ഒരു ചാകര അടുക്കുവാണ്. അതുകൊണ്ട് BJP-കാരോടുള്ള എൻ്റെ ഒരു വിനീതമായ അപേക്ഷയാണ്, ഒരു വോട്ടിൻ്റെ സ്വാധീനമില്ലാത്ത ഇവരെ പോലുള്ള ആളുകളെയും വിളിച്ചു കൂട്ടി നടന്നാൽ ഉള്ളതുകൂടെ പോവുള്ളൂ. ഇപ്പം ഞങ്ങളൊക്കെ ഈ പറഞ്ഞ BJP-യുടെ എല്ലാ നേതാക്കന്മാരെയും എനിക്കറിയാമല്ലോ. ഞാനും ഒരു NDA-യുടെ ഭാഗമായിട്ടൊരു കാലത്തുണ്ടായിരുന്ന ആളല്ലേ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു BDS-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി നമ്മൾ കേരളത്തിൽ ഞാൻ പോകാത്ത ഒരുപക്ഷെ നിയോജകമണ്ഡലം പോലും കാണത്തില്ല. ആ പാവപ്പെട്ട അക്കീരമൻ കാളിദാസ് പട്ടതിരിപ്പാടിനെ പോലുള്ള സ്വാത്വികന്മാരെ വരെ കൊണ്ട് ഇയാൾ കുഴിച്ചടിച്ചു. എൻ്റെ ഒരു ദിവസം ഏറ്റുമാനമ്പലത്തി അദ്ദേഹം അവിടെ വെച്ച് കണ്ടാൽ പറയുമായിരുന്നു, സന്തോഷ് കുമാറെ ജീവിതത്തിൽ പറ്റിയ അബദ്ധമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, എത്ര ആളുകൾ, എത്ര യങ്സ്റ്റേഴ്സ് ഏതെല്ലാം പാർട്ടി വിട്ടതിനകത്തോട്ട് വന്നു, എല്ലാവരും പെരുവഴിയാക്കിയില്ലേ? അല്ല, ഇത് ഇവരുടെ അപ്പൻ്റെയും മകൻ്റെയും കച്ചവടമാണെന്ന് എന്തുകൊണ്ട് ഈ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നത്? കാരണം അപ്പൻ ഒരു സൈഡിൽ നിൽക്കുന്നു, മകൻ ഒരു സൈഡിൽ നിൽക്കുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരുടെയും വീടുകളിൽ ഇടി കയറി നിറങ്ങിയപ്പോൾ ഇത്രയും ആരോപണവിധേയരായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ള ഇവരുടെ വീടുകളിൽ എന്തുകൊണ്ട് ഇടി കയറുവാൻ ഭയപ്പെടുന്നു? അത് അന്നേരം ഈ 2 പേരും 2 പക്ഷത്ത് നിന്ന് ഈ സമുദായാംഗങ്ങളെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും പറ്റിക്കുകയാണ് എന്ന് ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കിയിരുന്നെങ്കിലും ആഗ്രഹിക്കുകയാണ്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആനവിലാസത്തും മറ്റ് പരിസര പ്രദേശങ്ങളിലും വീണ്ടും ഏലക്കാടുകൾക്ക് വില പറയുകയും നെഗോസിയേഷനുകൾ നടക്കുന്നതായും മനസ്സിലാകുന്നു. ഇനിയും സമുദായാംഗങ്ങളും പൊതുജനവും ഒന്നുകൂടെ വിചാരിച്ചാൽ അവർക്ക് വീണ്ടും വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും ഇനി അടുത്ത ഒരു 100 ഏക്കർ കൂടെ അവർക്ക് അക്വയർ ചെയ്യാനായിട്ട് അത് പൊതുജനങ്ങളൊന്ന് സഹായിച്ചാൽ അവർക്കത് മേടിക്കുവാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളൊന്ന് കൈയച്ച് ഈ കുടുംബത്തെ സഹായിക്കണം. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.